നാനാഭാഗത്തും കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കാൻ പാടില്ല. ഇസ്ലാം തകരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇതിൽ നിന്ന് മാറി അടുത്തടുത്തേക്ക് പോവുകയാണെന്നല്ല. ചരിത്രത്തിന്റെ ഇന്നലകൾ നിങ്ങളോട് പറയുന്ന മനോഹരമായ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? 4 ഭാഗത്തുനിന്ന് ശത്രുക്കൾ. ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും. സൂറത്തുൽ അഹ്സാബ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ തന്നെ സഖ്യകക്ഷികൾ എന്നാണ്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാവരുമുണ്ട്. നാനാഭാഗത്തുനിന്ന് ശത്രുക്കൾ വന്ന് നിൽക്കുമ്പോൾ ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും. ഇത് ജാഊകും മിൻ ഫൗകികും, അങ്ങയുടെ മുകളിലൂടെ എതിരാളികൾ ആക്രമിച്ചില്ലേ നാവികസേന. വമിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും, താഴ്ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായില്ലേ? കരയുദ്ധം തുടങ്ങാൻ പോവുകയാണ്. മുകളിൽ നിന്നും താഴയിൽ നിന്നും 4 ഭാഗത്തുനിന്ന് സഖ്യകക്ഷികൾ അങ്ങേ ആക്രമിച്ചില്ല നബിയെ. ആ സമയത്ത് അങ്ങേ ആരാണ് രക്ഷപ്പെടുത്തിയത്? സായുധ സൈനിക സമഗ്ര സന്നാഹങ്ങളിൽ ഏറ്റവും വലിയ പേർഷ്യയും റോമയും നിൽക്കുന്ന കാലത്ത് അങ്കുലി പരിമിതരായ ഒരു സഹാബത്തിനെ തകർക്കാൻ വരുമ്പോ 7 മുഴം നീളവും 10 മുഴം വീതിയുമുള്ള ഒരു കിടങ്ങ് കുഴിച്ചിട്ട് അങ്ങക്ക് സംരക്ഷണം ഒരുക്കിയവനാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ഏതുവരെ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് നശിപ്പിക്കപ്പെടുമെന്ന് എല്ലാവരും പേടിച്ചു പോയില്ല നബിയെ. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. ആ ഒരു സമയത്തിന്റെ പിക്ചറൈസേഷൻ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഹുനാലിക അബ്തുലിയൽ മുഅ്മിനൂൻ. ആ സമയത്ത് മുഅ്മിനീങ്ങൾ തീഷ്ണമായി പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, ഹൃദയം കിടുങ്ങി, കാലുകൾ പതറി, ഞരമ്പുകൾ ത്രസിച്ചു, നെറ്റിത്തടത്തിൽ വിയർപ്പ് വന്നു. നാനാഭാഗത്തുനിന്ന് ശത്രുക്കൾ അങ്ങേ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നു നേരം. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ആ ചെറിയ കിടങ്ങിന്റെ അറുഭാഗത്ത് വലിയൊരു സൈനിക വ്യൂഹം നിൽക്കുകയാണ്. ആ സമയത്താണ് അനുയായികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്: നബിയെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വയറ്റിൽ കല്ല് കെട്ടിയിട്ട് അവിടെ കാണുന്ന ഒരു പാറക്കെട്ട് പൊട്ടിക്കാൻ പോകുമ്പോ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഒരു ജുമാ പ്രസംഗത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ഫാഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിഅ്വല, ഹബീബായ നബി തങ്ങൾ ആ ആയുധം എടുത്തു, പാറക്കല്ലിൽ വെട്ടി, ഇരുമ്പ് പോയി പാറയിൽ സ്പർശിച്ചപ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റിൽ കല്ല് കെട്ടിവെച്ച് നിൽക്കുന്ന തന്നെ അനുയായികളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചോദ്യമുണ്ട്: ഈ അഗ്നിസ്ഫുലിംഗങ്ങൾ എന്തെന്നറിയോ? ഇല്ല നബിയെ, അതാ കുനൂസ് കിസ്റ, ഇത് കിസ്റയുടെ ഖജനാവാണ്. രണ്ടാമതും വെട്ടി, രണ്ടാമത് പറഞ്ഞു ഇത് പേർഷ്യയുടെ ഖജനാവാണ്. അവർ അത്ഭുതപ്പെട്ടു പോയി. രാപ്രിയരുടെ കഥകളിലോ സഞ്ചാര കഥകളിലോ മാത്രം കേട്ട സാമ്രാജ്യത്തിന്റെ കൊട്ടാരം, സഹാബ, ഒരു കാലത്ത് പേർഷ്യയുടെ കൊട്ടാരം നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരു കാലം വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സന്തോഷ വർത്തമാനം പറയുകയാണ്. സന്തോഷ വർത്തമാനം. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ നിൽക്കുന്ന നേരത്ത് പേർഷ്യയുടെ ഖജനാവ് ചൂണ്ടിക്കാണിച്ചിട്ട് പ്രതീക്ഷയോടെ ജീവിക്കാൻ പറഞ്ഞ പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് സഹോദരങ്ങളെ നിരാശ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇസ്ലാം തകരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? ഇസ്ലാം സിദ്ധാ ഹോഗാ. ഓരോ കർബല കഴിഞ്ഞിട്ടും ഇസ്ലാം ലോകത്ത് വിജയിച്ചതേയുള്ളൂ. അവസാനം വയറ്റിൽ കല്ല് കെട്ടിവെച്ചു. എന്തിനാ കല്ല് കെട്ടിവെച്ചത്? നമ്മൾ പറയുന്നത് വലിയ ത്യാഗത്തിന്റെ കഥയാണ് ഖന്തക്കിൽ കല്ല് കെട്ടിവെച്ചതെന്ന്. ആർക്കെങ്കിലും വല്ലാതെ വിശപ്പ് വരുമ്പോൾ വയറ്റിൽ കല്ല് കെട്ടിവെച്ചാൽ വിശപ്പ് ഇല്ല. എന്തിനാണ് കല്ല് കെട്ടിയത്? വയറ് നന്നായി വിശന്ന് വയറൊട്ടിയാൽ നടുകുനിയും. മറുഭാഗത്തിരുന്ന ശത്രുക്കൾ നോക്കുമ്പോൾ മുതുക് കുനിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ്. ശത്രുക്കൾ നോക്കുമ്പോൾ മുതുക് വളഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ് തന്റെ ഈ വയറ്റിൽ കല്ല് കെട്ടിവെച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളെ മുഴുവനും സുസ്മേരവദനരായി പ്രതീക്ഷയോടുകൂടി നേരിടാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഏതുമാകട്ടെ,
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് എന്നെ പരീക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്ത് ഒരാളെയും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആ ജീവിതത്തെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആഗോളമായ പരീക്ഷണത്തെ കുറിച്ച് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് പ്രഥമ ചുമയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഇതുപോലെ പരീക്ഷിക്കപ്പെട്ടത്? ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടു. ജനിച്ച ഉടനെ മാതാവിനെ കബറടക്കി. അത് കഴിഞ്ഞ് ആശ്വാസമായിരുന്ന പിതാമഹൻ രണ്ടുപേരും മരണപ്പെട്ടു. അവസാനം അനാഥനായി അബൂ താലിബിന്റെ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴെ ആടിനെ മേച്ചിട്ട് ജീവിതത്തിന്റെ വക കൊണ്ടിരുന്ന അനാഥബാലന് ജീവിതത്തിൽ ആശ്വാസമായ ഒരു പ്രിയപ്പെട്ടവളെത്തി ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാ സങ്കടങ്ങളും അവസാനിച്ചെന്ന് കരുതി സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുമ്പോ ആ സമയത്താണ് ഖദീജയും ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ട ഭാര്യയെ കബറടക്കി. അതിനുശേഷം മക്കയിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. 13 വർഷം അന്യദേശത്ത് പോയി ആരാരുമില്ലാതെ പരീക്ഷണങ്ങളിലൂടെ നടന്നു. തിരിച്ചു മക്കയിൽ വന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു നൽകിയ മുഴുവൻ ആൺമക്കളും ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ കൺമുന്നിൽ മരണപ്പെട്ടു പോയി. തന്റെ ആൺമക്കളെ മുഴുവനും കബറടക്കിയ ഒരു പിതാവിന്റെ പേരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മകൾ സൈനബ് വിട പറഞ്ഞുപോയി. പ്രിയപ്പെട്ട മകൾ മരണപ്പെട്ടു പോയി. ജീവിതത്തിൽ ഒരു ചെറിയ നിരാശ വരുമ്പോ ഏതോ ഒരു സംഗീതജ്ഞന്റെ മ്യൂസിക് കേൾക്കാൻ പോയ വഴിയിൽ മകൻ മരണപ്പെട്ടു പോയപ്പോ മകന്റെ മൃതദേഹം മുമ്പിലെത്തുന്നതിന് മുമ്പേ ആത്മഹത്യ ചെയ്ത അച്ഛന്റെയും അമ്മയുടെയും കഥനത്തിന്റെ കഥ ഇന്നലകളിൽ കേട്ടിട്ടുണ്ട്. എന്തിനാണ് കാലുകൾ പതറുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു തആല ഒരു കുഞ്ഞുമോളുണ്ടായിരുന്നു. രോഗത്തിന്റെ വല്ലാത്ത അവസ്ഥയിൽ അവർ പടഞ്ഞുപോയി. ആ കുഞ്ഞു മരണത്തോടെടുക്കുമ്പോ പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ ഉപ്പയോടൊന്ന് വരാൻ പറ. സഹാബത്ത് മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുമായി ചർച്ചയിലാണ്. നബിയെ മോള് വിളിക്കുന്നുണ്ട്, വരാൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളോട് പറ ഞാൻ ഒരല്പം തിരക്കിലാണ്, അവളോട് ഒരല്പനേരം അവിടെ ക്ഷമിച്ചിരിക്കാൻ പറയും. സഹാബത്ത് പോയി പറയുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കിടന്ന് കുഞ്ഞുമോൾ ഇങ്ങനെ മരണത്തിന്റെ വെപ്രാളത്തിൽ പിടക്കുമ്പോ വല്ലാഹി ലയതിയന്നൽ ആൻ, എന്റെ ഉപ്പ വന്നേ മതിയാവൂ, ഇപ്പോൾ വരാൻ പറയണം, വല്ലാഹി വന്നേ മതിയാവൂ. ഒരു മകള് പതറിപ്പോകുമ്പോൾ സാന്ത്വനം ഉപ്പയാണ്. സഹാബത്ത് പോയി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ അവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടി പറഞ്ഞു, പ്രിയപ്പെട്ട സൈനബിനോട് പറ, ക്ഷമിക്കാൻ പറ, പിടിച്ചു നിൽക്കാൻ അവളുടെ ഉപ്പ പറഞ്ഞു എന്ന് പറ എന്റെ മോളോട്. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ പെണ്ണുമോൾ എന്റെ കൈത്തണ്ടയിൽ കിടന്ന് പെടയാണ്, എന്റെ ഉപ്പയോട് വരാൻ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രണ്ടാമത് വിവരം വന്നപ്പോ കൂടെ നിന്ന ആളുകളോട് യാത്ര പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് മദീനത്തു പള്ളിയിൽ നിന്ന് ഓടി. പ്രിയപ്പെട്ട മോളുടെ കൊച്ചുകുടിലോട്ട് കയറുമ്പോൾ കൈത്തണ്ടയിൽ കിടന്ന കുഞ്ഞുമോൾ ഹബീബിന്റെ പേരക്കുട്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെടയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബേ കുഞ്ഞിനെ ഇങ്ങോട്ട് തരൂ. സൈനബ് റളിയല്ലാഹു തആല കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുത്തു. ഹബീബിന്റെ കയ്യിൽ കിടന്ന് ആ കുഞ്ഞ് അവസാനത്തെ പടച്ചില് പടഞ്ഞു. പ്രിയപ്പെട്ട ഹബീബിന്റെ കയ്യിൽ കിടന്ന കുഞ്ഞുമോൾ അവസാനത്തെ പടച്ചില് പടഞ്ഞു. ആ പ്രിയപ്പെട്ട പേരക്കുട്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കിടന്ന് വിട പറഞ്ഞു. ഏത് കൈയാണ്? ഏത് കൈയാണ്? കൈ. ആ കൈവിരലിലൂടെയാണ് എല്ലാ പ്രാവശ്യവും വെള്ളിയാഴ്ച ഖത്തീബ് ഖുത്ബ ഓതുമ്പോൾ രണ്ടാമതൊരു ഖുത്ബയുണ്ടല്ലോ, اللهم صل على سيدنا محمد الذي سبح في يده الحصى ونبأ من بين أصابع الرمال. ആ പ്രവാചകന്റെ വിരലുകൾക്കിടയിലൂടെ മരുഭൂമിയിൽ ജലസരിത്തുകൾ നിർഗളിച്ചിട്ടുണ്ട്. ആ കൈകൾ ചൂണ്ടിയപ്പോൾ ചന്ദ്രകോളം വിട്ട പൊട്ടിപ്പിളർന്നിട്ടുണ്ട്.
ആ കയ്യിൽ പിടിച്ചപ്പോൾ രാത്രിയിൽ അത് വൈദ്യുതി വിളക്ക് പോലെ പ്രകാശിച്ചിട്ടുണ്ട്. പക്ഷെ ആ മാന്ത്രികമായ റിസാലത്തിന്റെ വിരലുകൾക്ക് ജീവിതത്തിന്റെ പരീക്ഷണത്തെ തടയാൻ കഴിഞ്ഞില്ല. കാരണം അല്ലാഹു അങ്ങനെയാണ്. കയ്യിൽ കിടന്ന കുഞ്ഞവസാനത്തെ പടച്ചൽ പടഞ്ഞു മരിക്കുമ്പോ പ്രിയപ്പെട്ട മോൾ സൈനബ് പറയുന്നുണ്ട്, ഹബീബേ എന്റെ കുഞ്ഞുമോൾ പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈനബേ ക്ഷമിക്ക്, ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ വലികുല്ലി ഷൈഇൻ അജലുൻ മുസമ്മാ. പൊന്നുമോളോട് പറഞ്ഞതാണ്, മോളെ ഇന്നലില്ലാഹി മാ അഖദ, ഇത് തന്നത് റബ്ബാണ്. വലഹു മാ അഅതാ, തിരിച്ചെടുക്കാനുള്ള എല്ലാ അധികാരവും അവനാണ്. വലികുല്ലി ഷൈഇൻ അജലുൻ മുസമ്മാ, എല്ലാത്തിനും അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് മോളെ. ആ സമയമായാൽ അവര് പോയി കളയും. തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി കയ്യിൽ കിടന്ന് വിട പറയുന്ന നേരത്ത് ഹബീബിന്റെ പേരക്കുട്ടിയും വിട പറഞ്ഞു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞു. തീർന്നില്ല സഹോദരങ്ങളെ. ആരെങ്കിലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ പോകുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, തീർന്നില്ല. 6 മാസം കഴിഞ്ഞു. ഹബീബ് പള്ളിയിലിരിക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു, അങ്ങയുടെ മകൾ സൈനബും പോയി. സൈനബ് റളിയല്ലാഹു തആല പ്രിയപ്പെട്ട മകളും പോയി. ഓടി വീട്ടിൽ ചെല്ലുമ്പോ വാടി താട വീണ മുല്ലപ്പൂ പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പൊന്നുമോൾ സൈനബ്. ഹബീബ് ഒന്നും മിണ്ടാതെ മയ്യത്തിലേക്ക് നോക്കി നിന്നു. സഹാബത്ത് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായേനെ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പൊന്നുമോളുടെ നെറ്റിത്തടത്തിലേക്ക് നോക്കി നിന്നു. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ അൻസാരി സ്ത്രീകളോട് പറഞ്ഞു, എന്റെ സൈനബിനെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൽ കർപ്പൂരമിടണം. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വിവരം പറയണം. അപ്പുറത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ മറയുടെ അപ്പുറത്ത് ജലമിങ്ങനെ വീടുന്നത് ഹബീബ് കേട്ടു നിന്നു. അവസാനം അത് അവസാനിച്ചപ്പോൾ അൻസാരി സ്ത്രീകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ശരീരത്തിൽ കിടക്കുന്ന ഒരു വെള്ള ഷാൾ എടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതെന്റെ സൈനബിന്റെ കഫൻ തുണിയുടെ കൂടെ വെക്കണം. ഖബറിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടാവട്ടെ എന്ന്. തന്റെ പ്രിയപ്പെട്ട മകളെ യാത്രയാക്കുകയാണ് പിതാവ്. ജീവിതത്തിൽ നാം അനുഭവിക്കാത്ത സങ്കടങ്ങൾ ഏതാണ്? നമുക്കറിയാത്ത പരീക്ഷണങ്ങൾ ഏതാണ്? ആ പരീക്ഷണങ്ങൾ മരണമാകാം, അപകടമാകാം, പ്രയാസമാകാം, മാരക രോഗമാവാം. പ്രിയപ്പെട്ട മകളെ പള്ളിക്കാട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ ഹബീബ് കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ എന്റെ പൊന്നുമോൾ സൈനബ് പാവമാണ് റബ്ബേ, അവളെ നീ ഖബറിൽ ശിക്ഷിക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്, ജീവിതമെന്ന് പറയുന്ന ഈ തീർത്ഥയാത്രകളിൽ പരീക്ഷണങ്ങൾ ഒരു മാലപ്പടക്കം പോലെ മുമ്പിലോട്ട് വരുമ്പോ ഉറ്റവരും പുണയവരും വിട്ടുപോകാം. മാരകമായ രോഗങ്ങൾ നമ്മളെ പിടികൂടാം. ആ സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിവിധി എന്താ? ഇതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായി പടച്ചവൻ തരുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ജീവിതത്തിൽ മനസ്സിന് ഉറക്കമില്ലെങ്കിൽ, പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ കെടുത്തുന്നുവെങ്കിൽ, ആ സമയത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. ഏത് പ്രയാസങ്ങളെയും മറികടക്കണം. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയ്യുനിനാ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം. സൂറത്ത് തൂർ. ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. അല്ലാഹു പറയുകയാണ്, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒന്ന്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് കരുതി ക്ഷമിക്കുക. ഇതെന്റെ റബ്ബാണ്. എന്റെ രക്ഷിതാവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതെല്ലാം അല്ലാഹു എനിക്ക് നൽകുന്നതാണ് എന്ന ഒരു ബോധവും ബോധ്യവും നമുക്കുണ്ടാവുക. രണ്ടാമത് അതുപോലെ തന്നെ അല്ലാഹു പറയുകയാണ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഏത് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പരിചയമാണ് സദഖ. ആ സദഖ അല്ലാഹുവിന്റെ ഭവനത്തിനാകുമ്പോൾ അത് അത്രമേൽ മഹോത്തരമാണ്. അത് വെള്ളിയാഴ്ചയാണെങ്കിൽ അതിനേക്കാൾ അത്യുത്തമമാണ്. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും അല്ലാഹു നമുക്ക് മറികടക്കാനുള്ള ഇച്ഛാശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, ഒന്ന് ഈ വിഷയമൊന്നും ഒരു ജുമാ പ്രഭാഷണത്തിൽ ആറ്റിക്കുറുക്കി പറയുകയാണ്. എന്ത് വന്നാലും അതെന്റെ റബ്ബറിയാതെ വരില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി ക്ഷമിക്കാൻ പഠിക്കുക. രണ്ടാമത്തെ അടിമേ, നിന്നെ ഞാൻ കാണുന്നുണ്ട്, നിന്റെ പ്രയാസങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, നിന്റെ സങ്കട കടലുകൾ ഞാൻ അറിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇതിന് തീർച്ചയായും പരിഹാരമുണ്ടാവും. പക്ഷേ ധൃതി കാണിക്കരുത്. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആവശ്യമുള്ളതെല്ലാം പറയുക. ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം, മടിക്കണ്ട. പടച്ചവനോട് പറയണം, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാൻ അന്ധനല്ല, ബദിരനല്ല, പൊട്ടനല്ല. നിന്റെ പ്രയാസങ്ങൾക്ക് ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരും. പക്ഷെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ വെറുതെ തരുമെന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഏറ്റുപിടിക്കുകയും അല്ലാഹു പറയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഇദ്ബാറൻ നുജൂം. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ പടച്ചവനോട് തസ്ബീഹ് പറയണം. വമിനൽ ലൈലി ഫസബ്ബിഹുഹു, രാത്രിയിൽ ദിക്ർ ചൊല്ലണം. വഇദ്ബാറൻ നുജൂം, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യണം. രാവിലെയും വൈകുന്നേരവും നീ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഉടമയോട് അടിമ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിലാണ്. ആ സുജൂദുകൾ നിന്റെ ജീവിതത്തിൽ ഹീന തഖൂം, നീ എഴുന്നേൽക്കുന്ന നേരം. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ സമയമാണ് പ്രഭാതം. നാം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്ന നേരം, സുബഹിന്റെ നേരം. റമളാനിലെ സുബഹി പോലെയാണോ റമളാന് ശേഷമുള്ള നമ്മുടെ സുബഹി? ഏറ്റവും മനോഹരമായ സുബഹി ഈ റമളാന് ശേഷമുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ച. അല്ലാഹുവിടെ പറയുന്ന ഹീന തഖൂം, എഴുന്നേൽക്കുന്ന നേരത്തുള്ള നിന്റെ പ്രഭാത നമസ്കാരം സുബഹി. ആ സുബഹി നമസ്കാരത്തെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സുബഹിയാണ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കൂ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഉറക്കത്തിന്റെ കരിമ്പടത്തിൽ നിന്ന് മാറി എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട നേരം. സുബഹിന്റെ ബാങ്ക് മണക്കാട് വലിയ പള്ളിയിൽ മുടങ്ങുന്നു. നിങ്ങൾ എഴുന്നേറ്റ് ഉറക്കത്തോട് വിട പറഞ്ഞ് ഒളു എടുത്തിട്ട് നേരെ പള്ളിയിൽ വരുന്നു. പള്ളിയിൽ വന്ന് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് ഇമാമിന്റെ പുറകിൽ നിന്ന് 2 റക്അത്ത് സുബഹി ഫജ്ർ വെളിവാകുന്നതേയുള്ളൂ. രണ്ടാമത്തെ റക്അത്തിൽ 2 നേരം പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ഇന്നത്തെ രാവിലെ ആദ്യമേ രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുന്നു. എന്താണ് ഓതുന്നത്? അല്ലാഹുവേ, എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുറച്ചു കിടക്കുന്ന നേരത്ത് നിന്റെ മുമ്പിൽ നെറ്റിവെച്ച് ഞാൻ എന്റെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോവുകയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, നീ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ ഈ സാധുവായ എന്നെയും പെടുത്തേണമേ. വആഫിനാ ഫീമൻ ആഫൈത്, നീ സുഖവും ആരോഗ്യവും നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും നീ പെടുത്തേണമേ. അല്ലാഹുവേ, വബാരിക് ലനാ ഫീമാ അഅതൈത്, നീ നൽകിയതിലെല്ലാം നിന്റെ ബറക്കത്ത് തരണേ റഹ്മാനെ. എന്റെ ഭാര്യയ്ക്കു വേണ്ടി, എന്റെ മക്കൾക്കു വേണ്ടി, എന്റെ ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഞാൻ ഇറങ്ങുന്നു റബ്ബേ. വബാരിക് ലീ ഫീമാ അഅതൈത്, ഇന്നത്തെ ദിവസം നീ എനിക്ക് തരുന്നതിലൊക്കെ നീ ബറക്കത്ത് തരണേ റബ്ബേ. വഖിനാ റബ്ബനാ ശർറ മാ ഖളൈത്, ഇന്നത്തെ ദിവസം എന്റെ വിധികളിൽ എന്തെങ്കിലും എനിക്ക് അഹിതകരമായതുണ്ടെങ്കിൽ നീ എന്നെ കാക്കണേ റഹ്മാനെ. രാവിലത്തെ ദുആയാണ്. വഖിനാ റബ്ബനാ
ഇന്നത്തെ ദിവസം എന്റെ വിധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിധിയെ മറികടക്കാൻ ദുആക്ക് കഴിയും. ഇന്നൊരാൾ ആക്സിഡന്റ് വെച്ച് മരിക്കുമെന്ന് വിധിയുണ്ട്, അതിനെ മറികടക്കാൻ ഈ ദുആഇനെ കഴിയും. ഖലാഇനെ മാറ്റാൻ ദുആഇനെ കഴിയും. പടച്ചവനെ ഇന്നക തഖ്ലി ഫലാ യുഖ്ലാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈ വലാ യഇസ്സു മൻ ആദൈ. പടച്ചവനെ നീ തന്നതിനെ തടയവനില്ല, നീ തടഞ്ഞതിനെ തന്നവനുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ എന്നെ ഇന്നത്തെ ദിവസം നിന്റെ സംരക്ഷണത്തിൽ തരണേ റബ്ബേ എന്ന് സുബഹി നിസ്കരിച്ച് അതിനുശേഷം അല്ലാഹുമ്മ ജഅൽ അവ്വല യൗമിനാ ഹദാ ലനാ സലാഹ വഔസിതഹു ഫലാഹ വആഖിറഹു നജാഹൻ വറബാഹ. പടച്ചവനെ നിസ്കാരം കഴിഞ്ഞൊരു ദുആ അല്ലാഹുമ്മ ജഅൽ അവ്വല യൗമിനാ ഹദാ ലനാ സലാഹ. പടച്ചവനെ എന്റെ ഇന്നത്തെ ദിവസത്തെ ആദ്യ സമയം സുബഹി കഴിഞ്ഞുള്ള സമയം സലാഹ ഏറ്റവും മനോഹരമാക്കണം. വൗസിതഹു ഫലാഹ ദുഹറത്തുമ്പോ വിജയം തരണം. വആഖിറഹു നജാഹൻ വറബാഹ പകലെരിഞ്ഞടങ്ങി രാത്രി വരുമ്പോൾ എനിക്കെല്ലാ രക്ഷയും ലാഭവും തരണേ റഹ്മാനെ എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു സുബഹി. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കരിച്ചവരെത്ര പേര്? ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ആയുധം സുബഹിയാണ്. ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ആയുധം സുബഹിയാണ്. സുബഹിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് പാപങ്ങൾ വല്ലാതെ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് രാത്രിയിൽ എഴുന്നേക്കാൻ കഴിയാതെ വരുന്നത്. നിങ്ങളുടെ തലേ ദിവസത്തെ രാത്രി പാപങ്ങളിലാണെങ്കിൽ, കണ്ണ് പാപങ്ങളുടേതാണെങ്കിൽ, കാല് പാപങ്ങളുടേതാണെങ്കിൽ സുബഹിയുടെ വാക്ക് വിളിച്ചാൽ കണ്ണു തുറങ്ങില്ല മുഅ്മിനെ. തലേ ദിവസം മനോഹരമായി എല്ലാവിധ സൂറത്തുൽ ഇഖ്ലാസ് ഓതി ദുആയോടുകൂടി ഉറങ്ങുമ്പോഴാണ് സുബഹിക്ക് എഴുന്നേക്കാൻ കഴിയുക. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് പരീക്ഷണങ്ങളെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി സുബഹിയാണ്. ഇന്നത്തെ ദിവസം സുബഹി നിസ്കരിച്ച എത്ര ഖലാക്കിയവരെത്ര പേർ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഇമാമായി മുമ്പിൽ നിൽക്കാൻ എന്റെ ആദ്യത്തെ വസിയത്ത് എന്നോടും നിങ്ങളോടും സുബഹിയെ നഷ്ടപ്പെടുത്തരുത്. ഞാനും നിങ്ങളും ഈ മിമ്പറിന്റെ ചുവട്ടിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് എത്ര നാൾ ഞാനുണ്ടാവും? എന്റെ മുമ്പിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിങ്ങൾ എത്രമാറുണ്ടാവും അറിയില്ല. അങ്ങനെ നിശ്ചയിച്ചവരൊക്കെ പള്ളിപ്പറമ്പിലെ മൈലാഞ്ചിച്ചെടിയുടെ താഴെയുണ്ട്. ഒരിക്കൽ കൂടി കണ്ടില്ലെങ്കിലും സുബഹി അത് നഷ്ടപ്പെടരുത്. ജമാഅത്തായി സുബഹി നിസ്കരിക്കലാണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമാനത്ത്. ഇതേപോലെ മിമ്പറിൽ സുബഹി നമസ്കാരത്തിനെത്തി കൈകെട്ടി മറുഭാഗത്ത് കാത്തിരുന്ന അബൂ ലുഅ്ലുഅ ഇരട്ടത്തല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കുത്തി, വയറ്റിലേക്ക് കുത്തി. വയറ്റിൽ കുത്തേറ്റിട്ടും അജാനുബാഹുവും ആയോധനാ വിദഗ്ധനും അധികായനുമായ ഉമർ റളിയല്ലാഹു തആല അൻഹു വീണില്ല ഒറ്റ കുത്തിന്. അയാൾക്ക് പേടി വന്നിട്ട് വലിച്ചൂരി, ഇരുതല മൂർച്ചയുള്ള കടാരയാണ് വലിച്ചൂരി മറുഭാഗം കൊണ്ട് കഴുത്തിൽ കുത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു സുബഹിയുടെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ മദീനത്തുൽ നബിയുടെ പള്ളിയുടെ മിമ്പറിലേക്ക് മറിഞ്ഞു വീണു. മഹാനവറുകൾ ബോധരഹിതനായി പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉപ്പയെ താങ്ങിയെടുത്ത് മടിയിൽ വെച്ചു. ബോധരഹിതനായി വീണ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണർത്തുവാൻ സഹാബത്ത് നോക്കുമ്പോൾ കഴിയുന്നില്ല. ആരോ ചോദിച്ചു, മോനോട് ഇബ്നു ഉമറെ എങ്ങനെയാണ് ഉപ്പയെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുക? ഉപ്പായുടെ ജീവിതം കണ്ട മകന്റെ മറുപടി, ഉപ്പയെ ഏത് അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചാൽ മതി. ആളുകൾ വന്ന് ചെവിയിൽ ചോദിച്ചു, ഉമറെ അസ്സലൈതൽ ഫജ്റ, ഫജ്ർ നിസ്കരിച്ച് പൂർത്തിയാക്കിയ ഉമറെ? അർദ്ധബോധാവസ്ഥയിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല ഞെട്ടിത്തെരിച്ചു. മുമ്പോട്ട് നോക്കിയിട്ട് മഹാന്മാരും സഹാബത്ത് പറയുന്നുണ്ട്, ഉമറിന്റെ വായിലൂടെ ഞങ്ങൾ തേൻ ഒഴിച്ചു കൊടുത്തു. ആ സമയത്ത് അത് കഴുത്തിന്റെ മുറിപ്പാടിലൂടെ വെളിയിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടാമത്തെ അദ്ദേഹത്തിന് പാല് കൊടുത്തു. വയറിന്റെ മുറിപ്പാടിലേക്ക് വെളിയിൽ വന്നു. ചെതറിത്തെറിച്ച കുടൽമാലകൾ മസ്ജിദുൻ നബവിയിൽ ചെഞ്ചായം പൂശിക്കിടക്കുമ്പോ ഇടത്തെ കൈ കൊണ്ട് കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു വലത്തെ കൈകൾ കൊണ്ട് കുടൽമാല ഇങ്ങനെ പിടിച്ചെടുത്തു. ചോദിച്ചു, എന്തേ? ചോദിച്ചു, സുബഹിയുടെ സമയം കഴിഞ്ഞു. വിറയാർന്ന ചുണ്ടുകളോടെ സുബഹിയുടെ സമയം കഴിഞ്ഞു. ഉപ്പ, എങ്ങനെയാണ് നിങ്ങൾ ഈ രീതിയിൽ നിസ്കരിക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ ഒരു മറുപടി, ഞാനിവിടെ എന്റെ ശരീരത്തിൽ റൂഹ് ഉണ്ടാവുകയും ഈ സുബഹിയുടെ രണ്ടാമത്തെ റക്അത്തിലാണ് ഞാൻ പിടഞ്ഞു വീഴുന്നത്. ഇവിടെ വെച്ചെങ്ങാനും മരിച്ചിട്ട് എന്റെ പടച്ചറബിന്റെ മുമ്പിൽ പോയി, ഉമറെ നീ സുബഹി നിസ്കരിച്ചില്ലേ എന്നെങ്ങാനും ചോദിച്ചാൽ ഉമർ എങ്ങനെ മറുപടി പറയും?
അതുകൊണ്ട് എനിക്ക് സുബഹി നമസ്കരിച്ചു പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിൽ ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വ്യക്തിത്വത്തിന്റെ തവളപ്രകാശം കൊണ്ട് ചരിത്രത്തെ വിസ്മയിപ്പിച്ച കിസ്രയെയും കൈസറിനെയും കിടികിടാവിറപ്പിച്ച ഒരു മഹാമനുഷ്യൻ ജീവിതത്തിൽ വിലപിച്ചത് സുബഹി ഖളായോ എന്നോർത്തിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, പ്രതിസന്ധി എന്നുമെന്ന് ആത്മശക്തി തുണയുന്നു ഞാൻ എന്റെ ജീവിതവഞ്ചി എന്ന് പാടിയ മുക്കുവനെ പോലെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സുബഹിയാണ്. അതുകൊണ്ട് നമ്മുടെ സുബഹിയുടെ ജമാഅത്ത് റമളാൻ പോലെ തന്നെ തുടർന്നു പോകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹി കിട്ടിയാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ സംരക്ഷണയില്ല. ആരുടെ സംരക്ഷണയിൽ? സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ചവൻ അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ്. അവൻ നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്താൽ പിന്നെന്ത്? രാജാവ് വിളംബരം ചെയ്തു, പ്രജകളെല്ലാം ഓടി വന്നോളൂ, ചോദിക്കുന്നതെല്ലാം തരാം. എല്ലാവരും ഓടി വന്നു. സ്വർണം ചോദിച്ചു, തങ്കം ചോദിച്ചു, ഖജനാവ് ചോദിച്ചു. ഒരു കൊച്ചുകുട്ടി മാത്രം ഒന്നും ചോദിക്കാറ് മാറി. രാജാവ് ചോദിച്ചു, മോനെ, എല്ലാവരും ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ടു പോകുന്നു, തീർന്നു പോയാൽ പിന്നെ നിനക്കൊന്നും കിട്ടില്ലല്ലോ. കുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്, എനിക്ക് വേണ്ടത് തീർന്നു പോവില്ല, എനിക്ക് ആവശ്യമുള്ളത് അവിടെ തന്നെയുണ്ട്. അപ്പൊ രാജാവ് ചോദിച്ചു, നിനക്ക് ആരെയാണ് വേണ്ടത്? അപ്പൊ കുട്ടി പറഞ്ഞു, എനിക്ക് രാജാവിനെ മതി, എനിക്ക് രാജാവിനെ മതി. രാജാവിനെ കിട്ടിയാൽ പിന്നെ ഖജനാവും അധികാരവും നാടും നാട്ടാരും എല്ലാം സ്വന്തമല്ലേ, എനിക്ക് രാജാവിനെ മതി. സഹോദരങ്ങളെ, നമുക്ക് രാജാവിനെ മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹനെ കിട്ടിയാൽ പിന്നെ നമുക്കാരെ പേടിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ സ്വന്തമാക്കാനുള്ള വഴി സുബഹിയുടെ നമസ്കാര ജമാഅത്തായി നിർവഹിക്കലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.